എങ്ങനെ ഇനി ഇന്ത്യയെ, പഴയകാല ഇന്ത്യയെ പുനഃസൃഷ്ടിക്കാൻ നമുക്ക് കഴിയും എന്നതിന് ഒരൊറ്റ പരിഹാരമാണ് എൻ്റെ ഭാഷയിൽ, എൻ്റെ അന്വേഷണത്തിൽ, എൻ്റെ അധ്വാനത്തിൽ ഉള്ളത്. ഞാൻ പഠിച്ചിടത്തോളം, ഞാൻ മനസ്സിലാക്കിയിടത്തോളം, നമുക്ക് തിരിച്ചു പോകൽ, നമുക്ക് പഴയകാല ഇന്ത്യയെ വീണ്ടും സൃഷ്ടിക്കണമെങ്കിൽ ഒരു 50-100 വർഷം മുമ്പുള്ള ഭാരതത്തെ വീണ്ടും നമുക്ക് തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ, അങ്ങനെയൊക്കെ സ്വപ്നം കണ്ട് നടക്കുന്നവരും അങ്ങനെ ആഗ്രഹിക്കുന്നവരും പ്രഭാഷകരും ചിന്തകരും എഴുത്തുകാരും അല്ലാത്തവരുമൊക്കെയായ കോടിക്കണക്കായ ജനങ്ങൾ ഇപ്പോഴും ഈ ഇന്ത്യയിലുണ്ട്. പക്ഷേ അതിനൊരൊറ്റ പരിഹാരം ഞാൻ മനസ്സിലാക്കിയിരുന്നത് മഹാനായ ബാപ്പുജിയുടെ ജീവിതത്തിൻ്റെ പാഠങ്ങളിൽ നിന്ന് ഒരു 4 പാഠമെങ്കിലും നാം ഓരോ ഇന്ത്യക്കാരും സ്വായത്തമാക്കുക എന്നതാണ്. ആ ജീവിതത്തെ മുഴുവനും സ്വാംശീകരിക്കാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിലും ആ വിശാലമായ കാഴ്ചപ്പാടിൻ്റെ ഒരു 4 ഭാഗമെങ്കിലും, 4 ഉദാഹരണമെങ്കിലും നാം ഓരോരുത്തരും ഇന്ത്യക്കാരായതിൽ സന്തോഷിക്കുന്നവർ, ജാതി മതഭേദമന്യേ നാം എല്ലാവരും അതിലേക്ക് തിരിഞ്ഞാൽ നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയും ലോകത്തിന് ഇന്നും ഭാരതം മാതൃകയായി കരുത്താർജിക്കാൻ മാത്രമുള്ള എല്ലാവിധ വിഭവങ്ങളും നമ്മുടെ മുന്നിലുള്ളതായി നമുക്ക് ബോധ്യപ്പെടുകയും ചെയ്യുമെന്നാണ്. അതുകൊണ്ട് ഈ അപര്യാപ്തമായ പ്രഭാഷണം ഇവിടെ നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കാൻ ഒരുങ്ങുകയാണ്. ഇതൊരു അപര്യാപ്തമായ പ്രഭാഷണമാണ്. കാരണം വലിയ മനുഷ്യരെ സമൂഹത്തിൻ്റെ മുന്നിൽ സമർപ്പിക്കുമ്പോൾ ആ വരികൾ പലപ്പോഴും അപര്യാപ്തമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മളെത്രയായാലും അവരെക്കുറിച്ച് പറയാൻ കഴിയില്ല, മനസ്സിലാക്കാനും കഴിയില്ല. പക്ഷേ പുതിയ കാലത്തെ യുവതീ യുവാക്കൾക്ക് മഹാനായ ബാപ്പുജിയുടെ ജീവിതത്തിലേക്ക് ഒരു വാതിൽ തുറക്കാൻ എൻ്റെ ഈ പ്രഭാഷണം ഉപകരിക്കുമെങ്കിൽ അതാ ഞാൻ ഇവിടെ ആ സന്ദർഭത്തിൽ ഞാൻ എൻ്റെ ഈ ഒരു അധ്വാനത്തിന് സായുജ്യമായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. കാരണം ഗാന്ധിജി അത്ര വലിയ ഒരാളായിരുന്നു. പടച്ചതമ്പുരാൻ ഭൂമിക്ക് നൽകിയ ഒരു വലിയ ദാനം എന്നാണ് ഗാന്ധിജിയെ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്. പടച്ചതമ്പുരാൻ നിശ്ചയിച്ച് നൽകുന്ന ഒരു ദാനമാണ്. കോമൺ ഹിസ്റ്ററിയിൽ ഇങ്ങനെ ഒരാളെ ഒരു 500 കൊല്ലത്തിനുള്ളിൽ എനിക്ക് കാണാനേ കഴിയുന്നില്ല. ഞാൻ അങ്ങനെ ഒരാളെ കാണുന്നില്ല. കോമൺ ഹിസ്റ്ററി, മുസ്ലിം ചരിത്രം പരിചയപ്പെടുത്തിയ, അല്ലെങ്കിൽ ക്രൈസ്തവ സമൂഹം പരിചയപ്പെടുത്തിയ, അല്ലെങ്കിൽ ഹൈന്ദവ സമൂഹം തന്നെ പരിചയപ്പെടുത്തിയ ഒരാൾ, കഴിഞ്ഞ 500 കൊല്ലത്തിനുള്ളിൽ ഗാന്ധിജിയെപ്പോലെ ഒരാൾ, സമ്പൂർണ്ണമായി ഗാന്ധിജിയെപ്പോലെയുള്ള ഒരാൾ, ഗാന്ധിജിക്ക് പകരം നിൽക്കാവുന്ന ഒരാൾ കഴിഞ്ഞ 500 കൊല്ലത്തിൻ്റെ ഉള്ളിൽ ലോകത്ത് കാണുക സാധ്യമല്ല. എൻ്റെ പഠനത്തിൽ, എൻ്റെ അന്വേഷണത്തിൽ, എൻ്റെ വായനയിൽ, എൻ്റെ പരിചയപ്പെടലിൽ, എൻ്റെ തേടിപ്പോക്കിൽ ഒരിക്കലും എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നതാണ് കൊണ്ടാണ് ബാപ്പുജി വീണ്ടും വീണ്ടും വിസ്മയമാണ്. ബാപ്പുജിയുടെ ജീവിതം ഒരു അത്ഭുതമാണ്. ബാപ്പുജി എന്നത് നമ്മൾ ആരെക്കാളും വലിയ ഒരാളാണ്. അത് പടച്ചതമ്പുരാൻ ഭൂമിക്ക് നൽകിയ ഒരു ദാനമാണ് എന്ന് ഞാനിവിടെ പറയാനുള്ള കാരണം. ഞാൻ ഈ പ്രഭാഷണം നിങ്ങളെ മുന്നിൽ സമർപ്പിക്കുകയാണ്. ആൽബർട്ട് ഐൻസ്റ്റീൻ 1939 ബാപ്പുജിയുടെ 70ാം ജന്മദിനത്തോടനുബന്ധിച്ച് ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞ ഒരു വാക്ക് ഇങ്ങനെയാണ്: വരും തലമുറകൾ ഒരുപക്ഷെ വിശ്വസിക്കാൻ പ്രയാസപ്പെട്ടേക്കാം, മാംസവും രക്തവുമുള്ള ഇങ്ങനെ ഒരു മനുഷ്യൻ ഈ ഭൂമിയിലൂടെ ഒരിക്കൽ നടന്നു പോയിരുന്നു എന്നായിരുന്നു ഐൻസ്റ്റീൻ്റെ വാക്ക്. ഇങ്ങനെയാണ് ഐൻസ്റ്റീൻ പറഞ്ഞത്: വരും തലമുറകൾ വിശ്വസിക്കാൻ ഒരുപക്ഷെ പ്രയാസപ്പെട്ടേക്കാം, മാംസവും രക്തവുമുള്ള ഇങ്ങനെ ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ഒരിക്കൽ നടന്നു പോയിരുന്നു എന്ന് ഇനി വരുന്ന തലമുറക്ക് മനസ്സിലാക്കാനേ കഴിയില്ല. അതാണ് മഹാനായ ബാപ്പുജി. അതായത് നമ്മളെ ഒരൊറ്റ പ്രശ്നം, നമ്മുടെ എണ്ണത്തിൽ ധാരാളം പെരുകി. 40 കോടി ജനങ്ങൾ ബാപ്പുജിയുടെ കാലത്ത് ഉണ്ടായിരുന്നു. ഇന്ന് നമ്മൾ വീണ്ടും 100-നെയും മറികടന്നു, വീണ്ടും ഒരു 100 കോടി. അതായത് 140 കോടിയിലേറെ ജനങ്ങളുണ്ട് ഇന്ന് ഇന്ത്യ രാജ്യത്ത്. പക്ഷേ എന്താ പ്രശ്നം? നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം, നമ്മൾക്ക് ഈ ഒരു മനുഷ്യനെ മനസ്സിലാക്കാൻ നമുക്ക് കഴിഞ്ഞില്ല, നമ്മളതിന് ശ്രമിച്ചതുമില്ല എന്നതാണ്. ഗാന്ധിജിയുടെ ഏറ്റവും വലിയ മെസ്സേജ്, സന്ദേശം, വാക്ക് മൈ ലൈഫ് ഈസ് മൈ മെസ്സേജ് എന്നാണ്. എൻ്റെ ജീവിതമാണ്. അത് വളരെ 100% ശരിയാണ്. അത് 100% സത്യമായൊരു വാക്കാണ്. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം. അത് പറയാൻ ആ മനുഷ്യൻ 100% യോഗ്യനാണ്. മൈ ലൈഫ് ഈസ് മൈ മെസ്സേജ് എന്ന് പറയാൻ അങ്ങനെ യോഗ്യനായ ഒരു മനുഷ്യനെ 500 കൊല്ലത്തിനുള്ളിൽ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയില്ല. സമ്പൂർണ്ണ അർത്ഥത്തിൽ. അത് 1931 ബാപ്പുജി ഈ വാക്ക് പറയുന്നത്.
മൈ ലൈഫ് ഈസ് മൈ മെസ്സേജ്, എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം. 1931 അപ്പം അങ്ങനെ ഒരാളെ നമുക്ക് പിന്നെ കണ്ടെത്താൻ ഈ കാലത്തിനുള്ളിൽ കഴിയൂല. നമ്മൾ ഈ 500 കൊല്ലത്തിനുള്ളിൽ അങ്ങനെ പറയാനൊരു യോഗ്യതയുള്ള ഒരാൾ, സമ്പൂർണ്ണ യോഗ്യത, എല്ലാ അർത്ഥത്തിലും യോഗ്യതയുള്ള ഒരാൾ കോമൺ ഹിസ്റ്ററിയിൽ, അതായത് ലോകം മുഴുവനും അറിയപ്പെടുന്ന ഒരു വ്യക്തി, ലോകം മുഴുവനും അറിയപ്പെടുന്ന ഒരു വ്യക്തിക്ക്, അല്ലാതെ ഒരു കുഗ്രാമത്തിൽ ജീവിച്ച ഒരു വ്യക്തി, ആ ഗ്രാമത്തിനപ്പുറം അറിയപ്പെടാത്തൊരു വ്യക്തി ഏറ്റവും വലിയ സാത്വികനായി ജീവിച്ചിട്ടില്ല എന്നല്ല എൻ്റെ വാദം. എൻ്റെ വാദം ഇങ്ങനെയാണ്. അതായത് കോമൺ ഹിസ്റ്ററിയിൽ എല്ലാ സമൂഹത്തിലും അറിയപ്പെടുന്ന ഒരു വ്യക്തി, ആ വ്യക്തിക്ക് മൈ ലൈഫ് ഈസ് മൈ മെസ്സേജ് എന്ന് പറയാനുള്ള കഴിയുന്ന യോഗ്യതയുള്ള, സത്യസന്ധമായി പറയാവുന്ന ഒരു മനുഷ്യനെ 500 കൊല്ലത്തിനുള്ള ചരിത്രത്തിൽ നമ്മൾ കാണുന്നില്ല. ഗാന്ധിജി അല്ലാത്ത വേറെ ഒരാളെ കാണുന്നില്ല നമ്മൾ. അല്ലാതെ ഒരു ഗ്രാമത്തിൽ സാത്വികൻ ജീവിച്ചിട്ടില്ല എന്നോ ഒരു മതവിഭാഗം ഒരു സാത്വികനെ പരിചയപ്പെട്ടിട്ടില്ല എന്നൊന്നുമല്ല. ഒരു കോമൺ ഹിസ്റ്ററിയിൽ നിന്ന് വളർന്നു വന്ന ഒരാൾ, ലോകം മുഴുവനും അറിയപ്പെട്ട ഒരാൾ, മൈ ലൈഫ് ഈസ് മൈ മെസ്സേജ് എന്ന് പറയാവുന്ന ഒരാൾ ഒരു 500 കൊല്ലത്തിനുള്ളിൽ ഗാന്ധിജി അല്ല ലോകത്തില്ല. ഒരത്ഭുതം തന്നെയാണ്. അത്ഭുതം എന്നാൽ ഒരത്ഭുതമാണ്. അപ്പോൾ എന്നെപ്പോലത്തെ ആളുകളൊക്കെ ഗാന്ധിജിയൊക്കെ മരണപ്പെട്ടതിന് ശേഷം ജനിക്കണം. എന്നാലും ഗാന്ധിജി നൂറ്റാണ്ടിൽ ജീവിച്ചു. ഗാന്ധിജി ജനിച്ച ഭാരതത്തിൽ ജനിച്ചു. അതൊരു സന്തോഷമാണല്ലോ, അതൊരു ജീവിതത്തിലെ സന്തോഷമാണ്. അപ്പം എന്ന് നമുക്ക് പറയാം, ഗാന്ധിജിയുടെ ജീവിതത്തെ നമുക്ക് ഇത്രയേറെ മഹത്തരമാക്കുന്ന ചില ഗൗരവമായ കാരണങ്ങൾ. ഒന്ന്, ഒരു കാര്യവും മഹാനായ ഗാന്ധിജി ബാപ്പുജി ഒളിച്ചു വെച്ചില്ല എന്നത്. തൻ്റെ വിജയങ്ങളും തൻ്റെ പരാജയങ്ങളും തൻ്റെ തെറ്റുകളും എല്ലാം ആ മനുഷ്യൻ സമൂഹത്തോട് തുറന്നു പറഞ്ഞു. തൻ്റെ ജീവിതത്തെ തെറ്റുകൾ ഒളിച്ചു വെക്കാൻ അദ്ദേഹം ശ്രമിച്ചില്ല. ചെറുപ്പകാലത്ത് പുകവലിച്ചത്, ഇറച്ചി കഴിച്ചത്, അതായത് ഇറച്ചി കഴിക്കാത്തൊരു ഫാമിലിയാണ് വന്നത്, എന്നിട്ടും ഒളിഞ്ഞ് ഇറച്ചി കഴിച്ചത്, പണം മോഷ്ടിച്ചത്, എല്ലാം മഹാനായ ഗാന്ധിജി ദി സ്റ്റോറി ഓഫ് മൈ എക്സ്പെരിമെൻറ്റ്സ് വിത്ത് ട്രൂത്ത് എന്ന അദ്ദേഹത്തിൻ്റെ എൻ്റെ സത്യാന്വേഷണ പരീക്ഷകൾ എന്ന പുസ്തകത്തിൽ അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ പിന്നെ എല്ലാം സമൂഹത്തിന് ഒരു രഹസ്യ അജണ്ടകൾ ഗാന്ധിജിയെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഒരു രഹസ്യ അജണ്ട ആ മനുഷ്യൻ്റെ ജീവിതത്തിലില്ല. തൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ, സമരമുറകൾ ബ്രിട്ടീഷുകാരോട് പോലും അദ്ദേഹം തുറന്നു പറഞ്ഞു എന്നുള്ളതാണ്. അവർ അർദ്ധരാത്രിയിൽ നടത്തിയ ഒരു രഹസ്യമായ ചർച്ച, ഒരു ഒളി അജണ്ട. താൻ ഇങ്ങനെയൊക്കെയാണ് നിങ്ങളോട് സമരം ചെയ്യുന്നതെന്ന് നേരത്തെ തന്നെ ബ്രിട്ടീഷുകാരോട് തന്നെ പറഞ്ഞു, ഞങ്ങളുടെ സമരം ഇങ്ങനെയാണ് എന്ന്. ഒരു ഒളി അജണ്ട ഇല്ല. ഒരു അർദ്ധരാത്രി ആരും അറിയാതെ ചെയ്തൊരു പ്രവർത്തനം ഗാന്ധിജിയെ സംബന്ധിച്ചിടത്തോളം ഇല്ല. പിന്നെ ആ മഹാന്റെ മറ്റൊരു പ്രത്യേകത, പറയുന്നതും ചെയ്യുന്നതും ഒന്നായി എന്നുള്ളതാണ്. സ്വാശ്രയത്വം പഠിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം തന്നെ നൂല് നൂറ്റു. അദ്ദേഹം തന്നെയാണ് അദ്ദേഹത്തിന് ധരിക്കാനുള്ള വസ്ത്രം അദ്ദേഹം നൂറ്റുണ്ടാക്കിയ വസ്ത്രമാണ് അദ്ദേഹം ധരിച്ചത്. ലളിതമായി ജീവിക്കാൻ ജനങ്ങളോട് ആവശ്യപ്പെട്ടുകൊണ്ട് ആ മനുഷ്യൻ എന്താ ചെയ്തത്? എല്ലാം ഒഴിവാക്കി, തൻ്റെ ആഡംബര വസ്ത്രം എല്ലാം ഒഴിവാക്കി, എല്ലാം വരാം. ഒരു ബാരിസ്റ്റർ എന്ന നിലയിൽ ബ്രിട്ടീഷ് ഹൈക്കോടതിയിലെ ഒരു പ്രഗത്ഭനായ വക്കീലായിരുന്നു ഈ മനുഷ്യൻ. അവിടെ നിന്നാണ് അദ്ദേഹം എന്താ പറയുക വക്കീലാകാൻ പഠിച്ചത്. പിന്നെ ലോകത്ത് ദക്ഷിണാഫ്രിക്കയിലൊക്കെ എണ്ണം പറഞ്ഞ വക്കീലാണ്. പക്ഷെ ആ വക്കീൽ പിന്നെ ആഡംബര വസ്ത്രം എല്ലാം, വലിയ ശമ്പളം കിട്ടാവുന്ന ലണ്ടൻ ഹൈക്കോടതിയിലെ വക്കീലാണ് ആ മനുഷ്യൻ. അങ്ങനെ തൻ്റെ ഔദ്യോഗിക ജീവിതം തുടങ്ങിയ മനുഷ്യനാണ്. പക്ഷെ പിന്നെ അതെല്ലാം, ആ വസ്ത്രവും രീതിയും എല്ലാം ആ മനുഷ്യൻ ഒഴിവാക്കി. പറയുന്നതും ചെയ്യുന്നതും ഒന്നായിരുന്നു എന്നത് ഗാന്ധിജിയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. തൻ്റെ സത്യാന്വേഷണ പരീക്ഷകൾ എന്ന പുസ്തകം എല്ലാ തെറ്റുകളും താൻ്റെ ജീവിതത്തിൽ ഒന്നും ഒളിച്ചു വെച്ചില്ല, എല്ലാം തുറന്നു വന്നു. താൻ പുകവലിച്ചിട്ടുണ്ട്. കൗമാരപ്രായത്തിൽ തൻ്റെ ബന്ധുവിനോടൊപ്പം ചേർന്ന് ഗാന്ധിജി പുകവലിക്കാൻ തുടങ്ങിയതിനെക്കുറിച്ച് വിശദമായ ചർച്ച തൻ്റെ സത്യാന്വേഷണ പരീക്ഷകൾ കാണാം. എന്താ കാരണം? ആ കാരണവും പറഞ്ഞു. മറ്റുള്ളവർ പുക വലിച്ചിങ്ങനെ പുകച്ചുരുളുകൾ ഉണ്ടാക്കി വിടുന്നതിലുള്ള കൗതുകം, ഇതൊക്കെ വലിയ പാഠമാണ്, ജനങ്ങൾക്ക് വലിയ പാഠമാണ് പറയുന്നത്. ഓക്കെ, എങ്ങനെ അക്കാലത്ത് പുകവലിച്ചത്? സിഗരറ്റ് വാങ്ങാൻ പണമില്ല, എന്നാൽ അമ്മാവൻ വലിച്ചെറിയുന്ന സിഗരറ്റ് കുറ്റികൾ മോഷ്ടിച്ചു. അങ്ങനെയാണ്. ഇതൊക്കെ ഒരു വലിയ പാഠങ്ങൾ കിടക്കുന്നുണ്ട്. പിന്നെ എന്നിട്ട് സിഗരറ്റ് വാങ്ങാൻ കഴിഞ്ഞില്ല. അപ്പോൾ പിന്നെ സിഗരറ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് വീട്ടിലെ ജോലിക്കാരൻ്റെ പോക്കറ്റിൽ നിന്ന് നാണയങ്ങൾ മോഷ്ടിച്ചു. മോഷ്ടിച്ച കഥ പറയുന്നുണ്ട്.
മുതിർന്നവരുടെ അനുവാദമില്ലാതെ ഒന്നും ചെയ്യാൻ കഴിയാതെ താൻ പാരതന്ത്ര്യത്തിൻ്റെ കൂട്ടിലാണെന്ന് മനസ്സിലാക്കിയിട്ട് ആത്മഹത്യക്ക് വിഷക്കായ വിഷം വാങ്ങാനുള്ള പൈസയും കയ്യിലില്ല. അപ്പോൾ ഗാന്ധിജി എന്ത് ചെയ്തു? തന്നെ നിരാശ ബാധിച്ച് അവസാനം എന്ത് ചെയ്തു? ഗാന്ധിജിയും കൂട്ടുകാരനും കൂടി വിഷക്കായ കഴിച്ച് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പോയ സംഭവം തൻ്റെ സത്യാന്വേഷണ പരീക്ഷകൾ എന്ന പുസ്തകത്തിലുണ്ട്. അത് ഗാന്ധിജിയുടെ കൈകൊണ്ട് എഴുതിയ പുസ്തകമാണ്. അതായത് ആരും കേട്ടെഴുതിയതല്ല. എൻ്റെ സത്യാന്വേഷണ പരീക്ഷകൾ എന്ന ആ പുസ്തകത്തിൽ തൻ്റെ ജീവിതത്തിലുള്ള എല്ലാം തുറന്നു പറഞ്ഞു. സ്വർണം മോഷ്ടിച്ചേ തുറന്നു പറഞ്ഞിട്ടുണ്ട്. സ്വർണം മോഷ്ടിച്ചു. എന്താണ് കാരണം? അതിൽ കാരണം പറയുന്നത് 15 വയസ്സുള്ളപ്പോൾ തന്നെ എനിക്ക് 25 രൂപയുടെ കടമുണ്ടായി. ആ കടം വീട്ടാൻ വേണ്ടി ജ്യേഷ്ഠൻ്റെ കയ്യിലുണ്ടായിരുന്ന തങ്കവളയിൽ നിന്നൊരു ചെറിയ കഷ്ണം ഗാന്ധിജി മുറിച്ചെടുത്ത് വിറ്റു. അത് ഈ പുസ്തകത്തിലുണ്ട്. പിന്നെ കുറ്റബോധമുണ്ടായി. കടം വീട്ടാൻ ജ്യേഷ്ഠൻ്റെ സ്വർണം മോഷ്ടിച്ചതിന് ശേഷം ഗാന്ധിജിക്ക് കടുത്ത മാനസിക വിഷമമുണ്ടായി. രോഗബാധിതനായി കിടന്നിരുന്ന പിതാവിൻ്റെ മുഖത്ത് നോക്കി ഇത് തുറന്ന് പറയാൻ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ധൈര്യമില്ല. വലിയ ആളായിരുന്നു അച്ഛൻ. പക്ഷെ അച്ഛൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഇത് പറയാനുള്ള ഒരു ധൈര്യമില്ല. കരംചന്ദ് ഗാന്ധിയാണ്, മോഹൻദാസ് എന്നാണ് ഗാന്ധിജിയുടെ പേര്. കരംചന്ദ് ഗാന്ധിയാണ് അച്ഛൻ. അച്ഛൻ്റെ മുഖത്ത് നോക്കി ഇത് പറയാനുള്ള ഒരു ധൈര്യമില്ല. അപ്പോൾ പിന്നെ ഗാന്ധിജി എന്ത് ചെയ്തു? താൻ ജീവിതത്തിൽ ചെയ്ത ഈ കുറ്റങ്ങളും അതേപോലെ തന്നെ ഈ ജ്യേഷ്ഠൻ്റെ തങ്കവളയുടെ കഷ്ണം മോഷ്ടിച്ച് വിറ്റതുമെല്ലാം ഒരു കടലാസിലെഴുതി വൃത്തിയായി എഴുതിയിട്ട് എന്ത് ചെയ്തു? അന്ന് രോഗിയായി കിടക്കുകയാണ് അച്ഛൻ. കരംചന്ദ് ഗാന്ധി അച്ഛന് കൊണ്ടുപോയി കൊടുത്തു. ആ കുറ്റങ്ങളെല്ലാം എഴുതിയിട്ട് അത് ഇനി ഒരിക്കലും ഒരു തെറ്റ് എൻ്റെ ജീവിതത്തിൽ ചെയ്യില്ല എന്ന് അച്ഛന് സത്യം ചെയ്ത് എഴുതി. ഒന്നും എൻ്റെ ഒരു കുറ്റമായ തെറ്റായ ഒരു പാപം ഒരു ദൈവത്തോടോ സമൂഹത്തോടോ രാജ്യത്തോടോ കുടുംബത്തോടോ ഒരു തെറ്റ് ഞാൻ എൻ്റെ വ്യക്തിത്വത്തോടോ ഞാനൊരു കുറ്റം ഇനി ചെയ്യില്ല എന്ന് എല്ലാം എഴുതിയിട്ട് അച്ഛന് രോഗിയായി കിടക്കുന്ന കരംചന്ദ് ഗാന്ധി എന്ന അച്ഛന് കൊണ്ടുപോയി സമർപ്പിച്ചു. പറയാൻ കഴിയില്ല, അച്ഛനോട് പറയാനുള്ള ധൈര്യമില്ല. അങ്ങനെ എന്നിട്ട് എന്ത് ചെയ്തു? അവിടെ തന്നെ ഇരുന്നു. എന്നെ ശിക്ഷിക്കണമെന്നും ഞാൻ ശിക്ഷക്ക് അർഹനാണെന്നും എന്നെ ശിക്ഷിക്കണമെന്ന് കൂടി ആ കത്തിൽ വ്യക്തമായി എഴുതിയിരുന്നു. എന്നിട്ട് ശിക്ഷയ്ക്ക് വേണ്ടി അച്ഛൻ സുഖമില്ലാതെ കിടക്കണം. അപ്പോൾ അച്ഛൻ്റെ കട്ടിലിൻ്റെ അടുത്ത് പോയിരുന്നു. അച്ഛൻ്റെ മുഖത്തേക്ക് പോലും നോക്കാൻ ധൈര്യമില്ലാതെ താൻ മുഖം ഇങ്ങനെ കൂനിക്കൂടി താഴേക്ക് നിലത്തേക്ക് നോക്കി ദുഃഖിച്ചിരുന്നു എന്നാണ് ഗാന്ധിജി അതിൽ എഴുതിയിട്ടുള്ളത്. പിതാവ് ഈ കത്ത് കിട്ടിയപ്പോൾ കട്ടിൽ എണീറ്റിരുന്നു. എന്നിട്ട് ആ കത്ത് മുഴുവൻ വായിച്ചു. കത്ത് വായിച്ചു തീർന്നപ്പോൾ കണ്ണുനീർത്തുള്ളികൾ ഇങ്ങനെ ഒഴുകി ഈ പിതാവിൻ്റെ കണ്ണിൽ നിന്ന്. ഒന്നും കിട്ടിയില്ല എന്നല്ല ഗാന്ധിജി പറയുന്നത്. അച്ഛൻ്റെ കണ്ണുനീരുകൾ എൻ്റെ കത്തിനെ നനച്ചു എന്നാണ്. അതിന് മാത്രം അച്ഛൻ കരഞ്ഞു. എന്നാൽ അച്ഛനൊരു വാക്ക് പറഞ്ഞില്ല. തന്നെ ശിക്ഷിച്ചതുമില്ല, തന്നെ ചീത്ത വിളിച്ചില്ല, ക്ഷോഭിച്ചില്ല, ഒന്നും ചെയ്തില്ല. പൊട്ടി കണ്ണുനീർ ഒഴുക്കുക മാത്രമാണ് ചെയ്തത്. കുറേ കഴിഞ്ഞ് വീണ്ടും അച്ഛൻ ദുഃഖത്തോടെയും ഖേദത്തോടെയും കട്ടിൽ കിടന്നു. എൻ്റെ ജീവിതം മുഴുവനും മാറ്റിമറിച്ച സംഭവം അതാണ്. ആ അഹിംസയുടെ അടിസ്ഥാനം അതാണ്, ഈ സംഭവമാണ്. അതായത് ഒരു മനുഷ്യനെ ശിക്ഷ കൊണ്ടല്ല മാറ്റേണ്ടത്, പകരം ആ മനുഷ്യനോട് കാണിക്കുന്ന ആ മനുഷ്യന് ഏതൊരാളുടെയും തെറ്റിൻ്റെ മുന്നിൽ നമ്മൾ ക്ഷമ കൊണ്ട് ആയുധമാക്കിയാൽ ആ മനുഷ്യനെ മാറ്റാൻ അത് ഏറ്റവും വലിയ കാരണമാകും എന്നാണ് ഗാന്ധിജിയുടെ കണ്ടെത്തൽ. അഹിംസക്ക് ഏറ്റവും അടിസ്ഥാന കാരണം അച്ഛൻ്റെ ഈ സംഭവം. അച്ഛൻ ശിക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട് പോലും അച്ഛൻ ശിക്ഷിച്ചില്ല, അടിച്ചില്ല, ഒന്നും ചീത്ത വിളിച്ചില്ല, ഒന്നും ചെയ്തില്ല. തൻ്റെ ജീവിതത്തിൽ ശിക്ഷിക്കുന്നതിനേക്കാൾ വലിയ ശക്തി ക്ഷമിക്കുന്നതിനും സ്നേഹിക്കുന്നതിനും ഉണ്ടെന്ന് ആ സംഭവത്തിൽ ഗാന്ധിജി തിരിച്ചറിഞ്ഞു. അഹിംസയുടെ ശുദ്ധരൂപമായിരുന്നു. സ്നേഹം കൊണ്ട് എല്ലാം കീഴടക്കാൻ കഴിയുമെന്ന് ആ കണ്ണീരിലൂടെ ഞാൻ പഠിച്ചു എന്നാണ്. എൻ്റെ അച്ഛൻ്റെ കണ്ണുനീരിലൂടെ ഞാൻ സ്നേഹം കൊണ്ട് കീഴടക്കാൻ കഴിയാത്ത ഒന്നുമില്ല, അഹിംസ കൊണ്ട് കഴിയാത്ത ഒന്നുമില്ല എന്ന് ഞാൻ പഠിച്ചു എന്ന്. ക്ഷമ കൊണ്ടും അഹിംസ കൊണ്ടും സ്നേഹം കൊണ്ടും കീഴടക്കാൻ കഴിയാത്ത ഒന്നുമില്ല എന്ന് ഈ സംഭവത്തിലൂടെ ഞാൻ മനസ്സിലാക്കി എന്ന് എൻ്റെ സത്യാന്വേഷണ പരീക്ഷകൾ എന്ന പുസ്തകത്തിൽ ഗാന്ധിജി രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്തറിലാണ് ഗാന്ധിജിയുടെ ജനനം. പിതാവ് കരംചന്ദ് ഗാന്ധി പോർബന്തറിലെ ദിവാനായിരുന്നു, വലിയ ഉദ്യോഗസ്ഥനാണ്, ദിവാനാണ്. അമ്മയുടെ പേര് പുത്ലിബായി എന്നാണ്. വലിയ മതവിശ്വാസിയാണ്. ഇത് അങ്ങനെ തന്നെ മതവിശ്വാസി, ഈശ്വരവിശ്വാസം ഇന്ത്യയുടെ മനസ്സ് എന്ന് പറഞ്ഞാൽ ദൈവവിശ്വാസമാണ്. അതിന് എത്ര എത്തിസ്റ്റുകൾക്കും തകർക്കാൻ കഴിയില്ല. കാരണം അതിന് ഗാന്ധിജി മാത്രം മതി.
എനിക്ക് ഭക്ഷണമില്ലാതെ ജീവിക്കാൻ കഴിയും, പക്ഷേ എനിക്ക് ദൈവത്തോടുള്ള പ്രാർത്ഥനയില്ലാതെ ജീവിക്കാൻ കഴിയില്ല എന്ന് കഴിഞ്ഞ നൂറ്റാണ്ടിൽ പറഞ്ഞ ഇന്ത്യക്കാരനായ ഏക മനുഷ്യൻ ഗാന്ധിജിയാണ്. ദൈവത്തോട് പ്രാർത്ഥിക്കാതെ എനിക്കൊരു ദിവസം ജീവിക്കാൻ കഴിയില്ല. ഭക്ഷണമില്ലാതെ എത്ര ദിവസം ഞാൻ ജീവിക്കും, പക്ഷേ ദൈവത്തോട് പ്രാർത്ഥിക്കാതെ ഒരു നിമിഷം എനിക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ ഒരേ ഒരു ഇന്ത്യക്കാരൻ ഗാന്ധിജിയാണ്. അങ്ങനെ ഒരു കടുത്ത, ഇതിന് കാരണം എന്താ? പുത്ലിബായിയുടെ ദൈവവിശ്വാസം, കടുത്ത ദൈവവിശ്വാസിയാണ്. എന്നും ഉപവാസം, അതായത് നോമ്പ്, വ്രതം, ഭക്ഷണം ഉപയോഗിച്ചുള്ള വ്രതം. ഇത് അമ്മയെന്ന് പഠിക്കുകയാണ് ഗാന്ധിജി. ഗാന്ധിജി ജീവിതം മുഴുവനും അതാണ്, വ്രതം തന്നെ, ഉപവാസം, പ്രാർത്ഥന. വല്ലാത്തൊരു സംഭവമാണ്. ആ കണ്ടെത്തിയ ഈശ്വരൻ്റെ ഈശ്വരൻ്റെ അടിസ്ഥാനം രഘുപതി രാഘവ പരീത പാവന സീതാറാം ഈശ്വര അള്ളാ തേരെ നാം സബ്കോ സന്മതേ ഭഗവാൻ. ഇത് ഗാന്ധിജിയുടെ വാക്ക. രഘുപതി രാഘവ രാജാറാം പരീത പാവന സീതാറാം ഈശ്വര അള്ളാ തേരെ നാം സബ്കോ സന്മതേ ഭഗവാൻ. ഹേ ഭഗവാൻ, ഇത് ഗാന്ധിജിയുടെ വാക്ക. അതായത് എല്ലാം നീയാണ്. ചില അള്ളാഹ് എന്ന് പറയും, ചില ഭഗവാൻ എന്ന് പറയും, ചില ഈശ്വരൻ എന്ന് പറയും, ഒക്കെ നീ തന്നെയാണ്. എനിക്ക് ദൈവമില്ലാതെ, ദൈവത്തെക്കുറിച്ചുള്ള ചിന്തയില്ലാതെ എനിക്കൊരു നിമിഷം ജീവിക്കാൻ കഴിയില്ല. എന്തുകൊണ്ടാണ് ഇത്ര വലിയ ഒരു രാജ്യത്തെ നിങ്ങൾക്ക് സ്വതന്ത്രമാക്കാൻ, ഈ അഹിംസയിലൂടെ സ്വതന്ത്രമാക്കാൻ കഴിയുന്നതെന്ന് പിൽക്കാലഘട്ടത്തിൽ ആളുകൾ ചോദിച്ചപ്പോൾ പത്രക്കാർ ഗാന്ധി പറഞ്ഞതിൻ്റെ കടുത്ത ഈശ്വരവിശ്വാസമാണ് കാരണം. ഈശ്വര വിശ്വാസം കൊണ്ട് മാത്രമാണ് ഇന്ത്യയെ മോചിപ്പിക്കാനായത് എന്നാണ് ഈ മനുഷ്യൻ പറയുന്നത്. സ്വാതന്ത്ര്യം കിട്ടിയ ഉടനെ പത്രക്കാർ ചോദിക്കുകയാണ്, എന്താ നിങ്ങൾക്ക് ഇതിന് കഴിഞ്ഞത്? ഈശ്വര വിശ്വാസം, അത് പരിഷ്ടമായ അതിന് അടിസ്ഥാന ഭാവം പുത്ലിബായിയാണ്. പുത്ലിബായി കടുത്ത ഈശ്വരവിശ്വാസിയാണ്. അമ്മയെന്ന് പഠിച്ച പാഠങ്ങളാണ്. ചെറുപ്പത്തിൽ നാണം കുടുങ്ങിയ, ഒന്ന് പേടിയ, ഒരു കാര്യം ഒരാൾ വർത്തമാനം പോലും പറയാത്ത ഒരാളാണ്. 1869 ജനിച്ചു. വിവാഹം 1883, 13ാമത്തെ വയസ്സിലെ വിവാഹം. കസ്തൂർബാക്കും ആ സമയത്ത് അതേ പ്രായ, 13ാമത്തെ വയസ്സിലെ വിവാഹം ഗാന്ധിജിയുടെ വിവാഹം. കസ്തൂർബയും അതേ പ്രായ, 13ാമത്തെ വയസ്സിൽ വിവാഹിതയായി, രണ്ടാൾ. എന്താണ് ഈ വിവാഹം എന്ന് പോലും അന്ന് എനിക്കറിയുമായിരുന്നില്ല എന്ന് പറയുന്നുണ്ട്. എന്തിനാണ് ഈ വിവാഹം, എന്താണിത് അന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാനാണ് എന്നെ ഭർത്താവ് എന്ന നിലയ്ക്ക് ഞാൻ കർശനമായ നിയന്ത്രണങ്ങൾ കസ്തൂർബയുടെ മേൽ വെച്ചു. എനിക്ക് വലിയ ഒരു അധികാരം ഉണ്ടായിരുന്നു. പിന്നീട് അതിനെക്കുറിച്ചൊക്കെ പശ്ചാത്തപിക്കുന്നുണ്ട്. അതായത് ഭർത്താവുമ്പോൾ ഞാൻ എന്ത് ചെയ്യണം? ഭർത്താവുമ്പോൾ നിയന്ത്രിക്കണമല്ലോ. വലിയ പ്രായം തന്നെയാണ് കസ്തൂർബക്കും, പക്ഷേ ഭർത്താവുന്ന ഞാനല്ലേ മേലെ എന്നൊരു ധാരണ എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കടുത്ത നിയന്ത്രണമാണ് ഭാര്യയുടെ മേൽ വെച്ചിരുന്നത് എന്ന്. പിൽക്കാലഘട്ടത്തിൽ ഇന്ത്യൻ ചരിത്രത്തിലെ ചൈൽഡ് മാരേജിൻ്റെ ഏറ്റവും വലിയ എതിരാളി ഗാന്ധിജിയാണ്. കാരണം വിവാഹം എന്തെന്നറിയാത്തവർ തമ്മിൽ വിവാഹിതരാകാൻ പാടില്ല എന്ന് ഈ ഒരു സിദ്ധാന്തമൊക്കെ ഇന്ത്യയിൽ ഇത്രയേറെ സാർവത്രികമാക്കിയതും അത്തരം രീതികൾക്കെതിരെ നമ്മുടെ സമൂഹത്തെ ശബ്ദിച്ച് ഇന്നത്തെ അവസ്ഥയിലേക്ക് സമൂഹത്തെ മാറ്റിക്കൊണ്ടുവന്നതിനൊക്കെ അടിസ്ഥാന കാരണം ഗാന്ധിജിയാണ്. 1885 അച്ഛൻ മരിച്ചു. ഗാന്ധിജിക്ക് 16 വയസ്സുള്ള സമയത്താണ് അച്ഛൻ മരിക്കുന്നത്. അച്ഛൻ മരണത്തോട് മല്ലടിക്കുന്ന സമയത്ത് അതുവരെ അച്ഛനെ കൊണ്ടിരിക്കുന്നതിനിടയിൽ അമ്മാവൻ വന്നിട്ട് എന്നോട് മുറിയിൽ പോയി കിടക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ഞാൻ അന്ന് 16 വയസ്സാണ്, അന്ന് 16ാമത്തെ വയസ്സാണ്. അപ്പോൾ ഞാൻ ഭാര്യയുടെ മുറിയിലേക്ക് പോയി. ഭാര്യ അന്ന് ഗർഭിണിയാണ്. അതായത് ഗാന്ധിജിക്ക് 16 വയസ്സാണ്, പിന്നെ കസ്തൂർബക്ക് വന്ന് 16 വയസ്സാണ്. കസ്തൂർബ അന്ന് ഗർഭിണിയുമാണ്. അപ്പോൾ എന്ത് ചെയ്തു? കസ്തൂർബയുടെ മുറിയിൽ പോയി കസ്തൂർബയുടെ ശരീരത്തോട് ചേർന്ന് നിൽക്കുന്ന സമയത്താണ് വിവരമറിയുന്നത് അച്ഛൻ മരിച്ചു. പിന്നീട് അത് ആയുസ് മുഴുവനും ഗാന്ധിജി വേട്ടയാടി. അതായത് ഞാൻ എൻ്റെ ശരീരസുഖം തേടിപ്പോയല്ലോ, അച്ഛൻ മരിച്ചപ്പോൾ അച്ഛൻ്റെ അടുത്ത് എനിക്കുണ്ടാകാൻ കഴിഞ്ഞില്ലല്ലോ. ഡാർക്ക് സ്റ്റെയിൻ, എൻ്റെ ഏറ്റവും കടുത്ത നാണക്കേട് എന്ന് ആണ്. പിൽക്കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ദാമ്പത്യ ജീവിതത്തിലൊക്കെ വലിയ മാറ്റങ്ങളുണ്ടായിട്ടുണ്ട്. ഇതാ സംഭവം. തൻ്റെ അച്ഛൻ്റെ അവസാന നിമിഷങ്ങൾ അച്ഛനോടൊപ്പം ഉണ്ടാകാൻ കഴിയാതെ പോയതും ആ സമയത്ത് തൻ്റെ മനസ്സിൽ ശാരീരിക സുഖങ്ങളായിരുന്നു എന്നതും ആ വലിയ വശം പറഞ്ഞില്ലേ. എ ഡാർക്ക് സ്റ്റെയിൻ, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നാണക്കേട്, ഞാൻ അച്ഛൻ്റെ മരണസമയത്ത് എൻ്റെ സുഖം തേടിപ്പോയതാണ് എന്ന് ഗാന്ധിജി പറയുന്നുണ്ട്. 1885 അച്ഛൻ മരിച്ചു. 1888 ബ്രിട്ടനിലേക്ക് പഠിക്കാൻ പോകുന്നത്. 1888
നിയമം പഠിക്കാൻ വേണ്ടി പോവുകയാണ്, ബാരിസ്റ്ററാകാൻ വേണ്ടി, വക്കീലാകാൻ വേണ്ടി പോവുക. 1888 സെപ്റ്റംബർ 4 ബോംബെയിൽ നിന്ന് SS ക്ലൈഡ് എന്ന കപ്പലിൽ ലണ്ടനിലേക്ക് പോകുന്നത്. അച്ഛൻ മരിച്ച് 3 വർഷം കഴിഞ്ഞ് 1888. പക്ഷേ ആ സമയത്ത് യൂറോപ്പിലേക്ക് വിദ്യ തേടിപ്പോയ സമയത്ത് മതഭക്തയായ ഈശ്വരവിശ്വാസിയായ അമ്മ പുത്ലിബായി മകനെ മുന്നിൽ നിർത്തിയിട്ട് സത്യം ചെയ്യിപ്പിച്ചു, ജീവിതത്തിൽ ഒരിക്കലും ഒരു പെണ്ണിനെ തൊടൂല, ഒരു വ്യഭിചാരം അല്ലെങ്കിൽ ഒരു അന്യ പെണ്ണിനെ ജീവിതത്തിൽ തൊടൂല സത്യം ചെയ്ത്, ജീവിതം മുഴുവൻ ഞാൻ പഠിച്ചിട്ടുണ്ടെന്നും പറയുന്നുണ്ട്. മദ്യം തൊടൂല. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ സ്വന്തം നാട് വിട്ടു പോവുകയാണ്. ആ കാര്യത്തിൽ തന്നെ വലിയ തർക്കം കുടുംബത്തിലുണ്ടായിരുന്നു, പുറത്ത് പോയി പഠിക്കണോ വേണ്ടേന്ന്. പക്ഷേ പിന്നെ കുടുംബത്തിൽപ്പെട്ട ചില ആളുകൾ അന്ന് ഗാന്ധിജിയുടെ കൂടെ നിന്നു, അങ്ങനെയൊക്കെയാണ് പുറത്ത് പോയി പഠിക്കുന്നത്. അപ്പോൾ ഈ സന്ദർഭത്തിൽ അമ്മ എന്ത് ചെയ്തു? മകനെ കൊണ്ട് നിർബന്ധിച്ചു, ഈ സത്യം ചെയ്യിപ്പിച്ചു. ഒരിക്കലും ജീവിതത്തിൽ മദ്യം കഴിച്ചിട്ടുമില്ല, ഒരിക്കൽ അന്യൊരു പെണ്ണിനെ തൊട്ടിട്ടുമില്ല. അപ്പം ഈ സത്യമെല്ലാം അമ്മ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചു. മാംസം കഴിക്കൂല, മദ്യം കഴിക്കൂല, പെണ്ണിനെ തൊടൂല എന്നൊക്കെ അമ്മ സത്യം ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ സത്യം ചെയ്തു. 1888 സെപ്റ്റംബർ 4 പുറപ്പെട്ടു. 1888 സെപ്റ്റംബർ 29 സൗത്താംപ്ടൺ തുറമുഖത്ത് ലണ്ടനിൽ കപ്പൽ അണഞ്ഞു. 25 ദിവസത്തെ കപ്പൽ യാത്ര. 25 ദിവസത്തിൽ ബോംബെയിൽ നിന്ന് സൗത്താംപ്ടൺ തുറമുഖത്തേക്ക് ലണ്ടനിലെ സൗത്താംപ്ടൺ തീരത്തേക്കുള്ള കപ്പൽ യാത്ര 25 ദിവസം. നവംബർ 6 അവിടുത്തെ ഏറ്റവും വലിയ നിയമം പഠിപ്പിക്കുന്ന സ്ഥാപനമായ ഇന്നർ ടെമ്പിളിൽ അഡ്മിഷൻ ലഭിച്ചു ഗാന്ധിജിക്ക്. നവംബർ 6 1888 നവംബർ 6 അങ്ങനെ ലണ്ടനിൽ താമസം തുടങ്ങി. വെസ്റ്റ് കെൻസിങ്ടണിലാണ് അദ്ദേഹത്തിന് താമസം. വലിയ വലിയ ആളുകളൊക്കെ താമസിച്ചിരുന്ന ആ ഏരിയയിലാണ് താമസിച്ചിരുന്നത്. അങ്ങനെ എന്ത് ചെയ്തു? 1888 ഈ സമയത്ത് 1888 ഈ സമയത്ത് ഗാന്ധിജി എന്ത് ചെയ്തെന്നാൽ ഇംഗ്ലീഷുകാരെ പോലെ ആകാൻ വേണ്ടി ഞാൻ അധ്വാനിച്ചു എന്ന് പറയുന്നത് തൻ്റെ സത്യാന്വേഷണ പരീക്ഷയിൽ. അതായത് ഇംഗ്ലീഷുകാരെ പോലെ കോട്ടും സൂട്ടും ധരിക്കുക, ഇംഗ്ലീഷുകാരെ പോലെ നൃത്തം പഠിക്കുക. ഒരു ഇംഗ്ലീഷുകാർ വിരുന്നുകളിലൊക്കെ നൃത്തം ചെയ്യും. അപ്പം വലിയ വിരുന്നുകൾക്ക് പോവുക, നൃത്തം പഠിക്കുക. അതേപോലെ തന്നെ എന്ത് ചെയ്യുക? പാശ്ചാത്യ സംഗീതം പഠിക്കുക, അവരെ പോലെ വസ്ത്രം ധരിക്കുക, ഫ്രഞ്ച് ഭാഷ പഠിക്കുക, വയലിൻ വായിക്കാൻ പഠിക്കുക. അതൊക്കെ ഒരു ഫാഷനാണ്. അതായത് നൃത്തം, സംഗീതോപകരണങ്ങൾ ഉപയോഗിക്കൽ, ഇതൊക്കെ യൂറോപ്പിനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ബ്രിട്ടീഷുകാരെ സംബന്ധിച്ചിടത്തോളം ഒക്കെ അവർക്കൊരു നിർബന്ധ കാര്യം പോലെയാണ്. അതൊക്കെ താൻ അഭ്യസിക്കാൻ ശ്രമിച്ചു. പക്ഷെ കുറഞ്ഞ മാസങ്ങൾക്കുള്ളിൽ, ഒരു 6 മാസത്തിനുള്ളിൽ എനിക്കതെല്ലാം മടുത്തു. അതായത് വലിയ കോട്ടും സൂട്ടും ധരിക്കുക, നൃത്തം പഠിക്കുക, വയലിൻ ഉപയോഗിക്കുക, ഇതൊക്കെ മനുഷ്യൻ സമയവും പണവും നഷ്ടപ്പെടുത്താനുള്ള ഒരു വഴി മാത്രമാണെന്ന് ഞാൻ മനസ്സിലാക്കുകയും, എന്നിട്ട് ഈ എന്താ പറയുക, കെൻസിങ്ടണിലായിരുന്നു താമസം. വെസ്റ്റ് കെൻസിങ്ടണിലാണ് താമസം. അവിടെ നിന്ന്, അതൊക്കെ വലിയ റോയൽ ഫാമിലീസ് താമസിക്കുന്ന ഏരിയ, അവിടുന്ന് മാറി എന്നിട്ട് താമസ സ്ഥലം സാധാരണ ജനങ്ങൾ താമസിക്കുന്ന ഏരിയയിലേക്ക് മാറി. ഈ സന്ദർഭത്തിൽ ഗാന്ധിജി എന്ത് ചെയ്തു എന്നറിയെങ്കിൽ, മതവിശ്വാസമുള്ള, വലിയൊരു മതവിശ്വാസമുള്ള കുടുംബത്തിൽ നിന്നാണ്, ഈശ്വരവിശ്വാസമുള്ള കുടുംബത്തിൽ നിന്നാണ് വന്നത്. പിന്നെ ഗാന്ധിജിക്ക് അവിടെ നിന്ന് ചില ആത്മീയ അംശമുള്ള ചില സുഹൃത്തുക്കളെ കിട്ടി. തിയോസോഫിക്കൽ സൊസൈറ്റിയിലെ സുഹൃത്തുക്കൾ വഴി തനിക്ക് ആത്മീയത പഠിക്കണമെന്ന് തോന്നി. അങ്ങനെ ജീവിതത്തിൽ ആദ്യമായി ഞാൻ ഭഗവത്ഗീത വായിച്ചു. ലണ്ടനിൽ വെച്ചാണ് ഭഗവത്ഗീത വായിക്കുന്നത്. ഈ സമയത്ത് ബൈബിൾ വായിക്കുന്നത്. പിന്നെ ഇത് സൗത്ത് ആഫ്രിക്കയിൽ വെച്ചാണ് ഖുർആൻ പഠിക്കുന്നത്. അതായത് നമ്മുടെ പ്രധാനപ്പെട്ട മതവിഭാഗമായ 3 മതവിഭാഗത്തിൻ്റെയും വേദഗ്രന്ഥങ്ങൾ ആഴത്തിൽ മനസ്സിലാക്കാൻ ശ്രമിച്ചു. ഭഗവത്ഗീത ലണ്ടനിൽ വെച്ച് വായിച്ചു, ബൈബിളും ആ സമയത്ത് വായിച്ചിട്ടുണ്ട്. പിന്നീട് സൗത്ത് ആഫ്രിക്കൻ ജീവിത കാലഘട്ടത്തിലാണ് ഖുർആൻ പഠിക്കുന്നത്. 1891 ജനുവരി 12 നിയമപരീക്ഷകൾ പൂർത്തിയാക്കി ഔദ്യോഗികമായി അദ്ദേഹം ഒരു വക്കീലായി. 1891 ജനുവരി 12, 1891 ജൂൺ 10 അദ്ദേഹത്തിന് ഔദ്യോഗികമായി ഒരു വക്കീലായി ലണ്ടൻ ബാർ അദ്ദേഹത്തെ രജിസ്റ്റർ ചെയ്യുകയും ലണ്ടൻ ഹൈക്കോടതിയിൽ 1891 ജൂൺ 11 ലണ്ടൻ ഹൈക്കോടതിയിലെ വക്കീലായി, അഭിഭാഷകനായി അദ്ദേഹം അംഗീകരിക്കപ്പെടുകയും ചെയ്തു. നേരെ പിറ്റേ ദിവസം 1891 ജൂൺ 11 ഹൈക്കോടതി അദ്ദേഹത്തെ വക്കീലായി അംഗീകരിക്കുന്നത്.
അഭിഭാഷകനായി ഏത് സമയത്തും കോടതിയിൽ വന്ന് വാദിക്കാം. നേരെ പിറ്റേ ദിവസം ജൂൺ 12 അദ്ദേഹം കപ്പൽ കയറി തിരിച്ച് ഇന്ത്യയിലേക്ക് വന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രാക്ടീസ് മുഴുവനും ഇന്ത്യയിലാണ്. 1893 വരെയും അദ്ദേഹം പിന്നെ ഇന്ത്യയിലാണ് വക്കീലായി ജോലി ചെയ്തത്. അതിനുശേഷം 1893 മുതൽ 1914 വരെ 93 അദ്ദേഹം സൗത്ത് ആഫ്രിക്കയിലേക്ക് പോയി. ഒരു എന്താ പറയുക, ദാദാ അബ്ദുള്ള ആൻഡ് കമ്പനി എന്ന ഒരു വലിയ കമ്പനിയുടെ കേസ് നടത്താൻ വേണ്ടിയിട്ടാണ് ദക്ഷിണാഫ്രിക്കയിലേക്ക് പോകുന്നത് 1893. പിന്നെ 21 കൊല്ലം ദക്ഷിണാഫ്രിക്കയിലാണ്. അതാണ് ജീവിതം മുഴുവനും മാറ്റിമറിച്ച ഒരു കാലഘട്ടം. അതിന് പ്രധാനപ്പെട്ട കാരണം എന്താണ്? കാരണം ഒരു വരേണ്യ കുടുംബത്തിൽപ്പെട്ട ആളാണെങ്കിൽ പോലും ഏകദേശം ഒരു എന്താ പറയുക, ഒരു കറുത്ത തൊലിക്കാരനാണ് ഗാന്ധിജി. നമ്മുടെ രാജ്യത്തിൽ വലിയ വരേണ്യ തറവാട്ടിൽപ്പെട്ട ആളാണ്. പക്ഷേ ഒരു ഗുജറാത്തിയാണ്, ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ ഒരു കറുത്ത തൊലിക്കാരനാണ്. ഒരു ഏകദേശം പക്ക കറുപ്പ് എന്നല്ല, എന്നാൽ വെളുപ്പല്ലാത്തൊരു കളറാണ് ഗാന്ധിജി. കറുപ്പെന്ന് പറയാം, അത് പറ്റ കറുപ്പല്ല എന്നേ ഉള്ളൂ. അപ്പോൾ ഈ വർണ്ണവിവേചനം ഏറ്റവും കൂടുതൽ കൊടികുത്തി വാഴുന്ന കാലഘട്ടമാണ് അന്ന് ദക്ഷിണാഫ്രിക്കയിൽ. പിന്നീട് നെൽസൺ മണ്ടേലയൊക്കെ അതിനെതിരെ സമരം ചെയ്ത് 1990കളിലാണ് അതിന് പൂർണ്ണമായൊരു പരിഹാരം ഉണ്ടാവുന്നത്. അത് ആ സമരത്തിൻ്റെ തുടക്കക്കാരനും അടിസ്ഥാനപരമായി ഗാന്ധിജിയാണ്. അങ്ങനെ 1893 മുതൽ 1914 വരെയുള്ള 21 വർഷങ്ങൾ അദ്ദേഹം പിന്നെ ദക്ഷിണാഫ്രിക്കയിലാണ് വക്കീലായി അവിടെ എത്തി. പക്ഷേ എന്താ പ്രശ്നമുണ്ടായതെന്നാൽ 1893 ജൂൺ 7 1893 ജൂൺ 7 അദ്ദേഹം ഡർബനിൽ വന്നു. ഡർബനിൽ നിന്ന് പ്രിട്ടോറിയയിലേക്ക് 1ാം ക്ലാസ് ടിക്കറ്റുമായി യാത്ര ചെയ്യുന്നു ഗാന്ധിജി. പിൽക്കാലഘട്ടത്തിൽ അതിൻ്റെ അനുസ്മരണങ്ങൾ നടന്നിട്ടുണ്ട്. അതായത് 1893 ജൂൺ 7 ഡർബനിൽ നിന്ന് പ്രിട്ടോറിയയിലേക്ക് 1ാം ക്ലാസ് ടിക്കറ്റുമായി യാത്ര ചെയ്യും. കാരണം ലോകം അംഗീകരിക്കുന്ന ഉന്നതനായൊരു വക്കീലാണ്, യാത്ര ചെയ്യാണ്. പക്ഷേ അതേ സമയത്ത് ആ കമ്പാർട്ട്മെൻറ്റിൽ ഉണ്ടായിരുന്ന ഒരു വെള്ളക്കാരന് ഇത് സഹിച്ചില്ല. കാരണം ഗാന്ധിജി ആരാ? കറുത്തവനാണ്. വെള്ളക്കാർ യാത്ര ചെയ്യുന്ന ഒരു കമ്പാർട്ട്മെൻറ്റിൽ കറുത്തവൻ യാത്ര ചെയ്യാൻ പാടില്ല. ടിക്കറ്റ് ഉണ്ട്, പക്ഷെ യാത്ര ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം പരാതിപ്പെട്ടു. TTR വന്നു, ഇറങ്ങിപ്പോകണമെന്ന് പറഞ്ഞു. 3ാം ക്ലാസ്സിലേക്ക് ഇറങ്ങണമെന്ന് പറഞ്ഞു. ടിക്കറ്റ് ഉണ്ട്, പക്ഷേ ഇവിടെ യാത്ര ചെയ്യാൻ പറ്റില്ല. ടിക്കറ്റ് എടുത്തോണ്ട് യാത്ര ചെയ്യാൻ പറ്റില്ല, വെള്ളക്കാരനാവണം. ഞാൻ യാത്ര ചെയ്യൂല, ഞാൻ എൻ്റെ കമ്പാർട്ട്മെൻറ്റിൽ തന്നെ യാത്ര ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിന് ഈ മനുഷ്യൻ മാറാണ്. അതായത് ആദ്യം മനുഷ്യന്മാരോട് വർത്തമാനം പറയാൻ തന്നെ പേടിണ്ടായിരുന്ന മനുഷ്യനാണ്. മനസ്സിലായി. ആദ്യമായി വക്കീലായതിനു ശേഷം ആദ്യമായി കേസ് നടത്താൻ വേണ്ടിയിട്ട് കോടതിയിൽ സംസാരിക്കാൻ എണീറ്റ് നിന്നിട്ട് മിണ്ടാൻ കഴിയാതിരുന്നു അയാളാ ഗാന്ധിജി. പിന്നീട് ആ മനുഷ്യൻ മാറിയാണ്. അതായത് തിക്താനുഭവങ്ങൾക്കെതിരെ പ്രതികരിക്കാനുള്ള ഒരു ശക്തി കിട്ടി, ഒരു ആത്മീയ ചോദന ഉണ്ടായി. അങ്ങനെ ഞാൻ 3ാം ക്ലാസ് കമ്പാർട്ട്മെൻറ്റിലേക്ക് മാറൂല എന്ന് പറഞ്ഞു. ടിക്കറ്റ് ഉണ്ടായിട്ടും ഉള്ള യാത്രക്കാരനാണ്, മാറൂല എന്ന് പറഞ്ഞു. അവസാനം അവരെന്ത് ചെയ്തു? കമ്പാർട്ട്മെൻറ്റിലുള്ള വെള്ളക്കാരും TTRും കൂടുതൽ പീറ്റർ മാറ്റിസ്ബർഗിൽ അദ്ദേഹത്തെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പെട്ടിയും പാണ്ടക്കെട്ട് മുഴുവനും ഗാന്ധിജിയും നേരെ എന്ത് ചെയ്തു? പ്ലാറ്റ്ഫോമിലേക്ക് തള്ളിയിട്ടു. നേരെ 1893 ജൂൺ 7 അർദ്ധരാത്രി. പിന്നീട് 1993 ജൂൺ 7 ഇതിൻ്റെ അനുസ്മരണം നടത്തിയിട്ടുണ്ട് ലോകം. 1993 അപ്പോഴത്തിന് പ്രിട്ടോറിയൻ വെള്ളക്കാരുടെ ഭരണകൂടമൊക്കെ തകർന്നു. 1893 ജൂൺ 7 തൻ്റെ പെട്ടിയും പാണ്ഡവും ഗാന്ധിജിയെയും അവർ പ്ലാറ്റ്ഫോമിലേക്ക് തള്ളിയിട്ടത്. അതിൻ്റെ 100ാം വാർഷികത്തിൽ നെൽസൺ മണ്ടേല പങ്കെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ 100ാം വാർഷികത്തിൽ അങ്ങനെ എന്ത് ചെയ്തു? അതിശക്തമായ തണുപ്പുള്ള രാത്രിയായിരുന്നു. റെയിൽവേ സ്റ്റേഷനിലെ വെയിറ്റിംഗ് റൂമിൽ ഇരുന്നു. വംശീയക്കെതിരെ പോരാടണം, കറുത്തവരോടുള്ള വിവേചനത്തിനെതിരെ പോരാടണം എന്ന് തീരുമാനിക്കുന്നത് ആ രാത്രിയാണ്. അത് ആദ്യ സന്ദർഭമാണ്. നേരെ ദക്ഷിണാഫ്രിക്കയിൽ എത്തുന്ന ആദ്യ സന്ദർഭമാണത്. 1893 യാത്ര. പിറ്റേന്ന് രാവിലെ എന്ത് ചെയ്തു? ഡർബനിലേക്കുള്ള യാത്ര പിന്നെ കുതിരവണ്ടിയിലാക്കി. പക്ഷേ കുതിരവണ്ടിയിലും മര്യാദയ്ക്ക് യാത്ര ചെയ്യാൻ കുതിരവണ്ടിക്കാരൻ സമ്മതിച്ചില്ല. കാരണം കുതിരവണ്ടിയിൽ സ്റ്റെപ്സ് ഉണ്ടാവും. കാരണം 2-3 സ്റ്റെപ്പ് ഉണ്ടാവും, ആളുകൾ ഇരിക്കും. ആ കുതിരവണ്ടിയിൽ ഉള്ളിലിരിക്കുന്നത് വെള്ളക്കാർ. അതുകൊണ്ട് അവരെ പൈസ തന്നാൽ പോലും അവിടെ ഇരിക്കാൻ പാടില്ല കുതിരവണ്ടിക്കാരൻ പറഞ്ഞു. നേരെ മുന്നിലേക്ക് കുതിരവണ്ടിക്കാരൻ ഇരിക്കുന്ന ആ കുതിരയോട് ചേർന്നുള്ളൊരു ഭാഗമുണ്ട്, ആ തണ്ടുമേൽ വേണമെങ്കിൽ ഇരിക്കാന്ന് പറഞ്ഞു, അല്ലാതെ ഉള്ളിലിരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അവിടെ ആ തണ്ടിനോട് അടുത്ത സ്ഥലത്ത് ഇരിക്കുന്നതിന് വേറൊരു വെള്ളക്കാരൻ വന്നു. അപ്പോൾ പിന്നെ അവിടുന്ന് മാറിയിട്ട് തൻ്റെ കൂടെ ഇരിക്കണം എന്ന് പറഞ്ഞു.
അതായത് പിന്നീട് ഡർബനിൽ ഈ പീറ്റർസ്ബർഗിൽ നിന്ന് ആ രാത്രി കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ യാത്ര ചെയ്യപ്പോഴും ഈ അനുഭവങ്ങൾ ഉണ്ടായി. ഈ അനുഭവങ്ങളെല്ലാം ഗാന്ധിജിയെ സംബന്ധിച്ചിടത്തോളം വലിയ മാനസികമായ ആഘാതമുണ്ടായി. അതായത് കറുത്ത വർഗ്ഗക്കാർ ലോകത്ത് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നു എന്ന് അദ്ദേഹം മനസ്സിലാക്കി. നേരെ പിറ്റേ വർഷം വംശീയക്കെതിരെ അദ്ദേഹം ഒരു പ്രസ്ഥാനം തന്നെ ദക്ഷിണാഫ്രിക്കയിലുണ്ടായി. അതാണ് നാറ്റാൽ ഇന്ത്യൻ കോൺഗ്രസ്. ഇന്ത്യക്കാരായ കറുത്ത ജനങ്ങൾ ദക്ഷിണാഫ്രിക്കയിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് പരിഹാരമുണ്ടാകാൻ വേണ്ടി പരിഹാരത്തിന് വേണ്ടിയാണ് ഈ ഒരു സംഘടന ഉണ്ടാക്കുന്നത്. 1894 ഓഗസ്റ്റ് 22 നാറ്റാൽ ഇന്ത്യൻ കോൺഗ്രസ് രൂപീകരിച്ചു ഗാന്ധിജി. ഒരു വർഷത്തെ കരാർ മാത്രം ദാദാ അബ്ദുള്ള ആൻഡ് കമ്പനിയുമായി ഒരു വർഷത്തെ കരാർ മാത്രമേ ഗാന്ധിജിക്കുണ്ടായിരുന്നുള്ളൂ. പക്ഷേ വംശീയതയ്ക്ക് ഒരു പരിഹാരം ഉണ്ടായിട്ടേ പുറത്തു പോകൂ എന്ന് വിചാരിച്ച് ഗാന്ധിജി അവിടെ തുടർന്നു ദക്ഷിണാഫ്രിക്കയിൽ. ആദ്യം വന്നത് ഒരു കമ്പനിയുടെ കേസ് നടത്താനാണ്. അതൊരു കൊല്ലമേ കരാറുള്ളൂ താനും. പക്ഷേ പിന്നീട് ഗാന്ധിജി അവിടെ തന്നെ ജീവിച്ചു. വീണ്ടും 20 വർഷം എക്സ്ട്രാ ജീവിച്ചു ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി. അതാണ് 1893 മുതൽ 1914 വരെയുള്ള അദ്ദേഹത്തിൻ്റെ ജോഹാനസ്ബർഗിൽ ഒക്കെ അദ്ദേഹത്തിന് സ്വയം ഓഫീസ് ഉണ്ടായിരുന്നു. എന്തിന്? ഈ വംശീയക്കെതിരെ, കറുത്തവർക്കെതിരെയുള്ള വിവേചനത്തിനെതിരെ പോരാടാൻ വേണ്ടി അദ്ദേഹം ഒരു സംഘടന ഉണ്ടാക്കി. ആ സംഘടനയിൽ ജോഹാനസ്ബർഗിൽ ഓഫീസ് ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല, ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ഒരു പത്രം തുടങ്ങി. ആ പത്രത്തിൻ്റെ പേരാണ് ഇന്ത്യൻ ഒപ്പീനിയൻ. അതാണ് ആ പത്രത്തിൻ്റെ പേര്. വംശീയതയ്ക്കെതിരെ പോരാടുക എന്നായിരുന്നു ആ സംഘടനയുടെ ലക്ഷ്യം. 1906 ജോഹാനസ്ബർഗിൽ എംപയർ തിയേറ്റർ കൂടിയ യോഗത്തിൽ ഏഷ്യക്കാർക്കെതിരെ കടുത്ത നിയമത്തിനെതിരെ പോരാടാൻ ഗാന്ധിജി ആദ്യമായി സത്യാഗ്രഹം എന്ന സമരമുറ പ്രഖ്യാപിച്ചു. സത്യാഗ്രഹം വരുന്നത് അന്നാണ്, 1906 സത്യാഗ്രഹം. ഗാന്ധിജിയുടെ ഏറ്റവും വലിയ സമരമുറ സത്യാഗ്രഹമാണ്. സത്യാഗ്രഹം കൊണ്ട് പൊളിച്ചടുക്കി. അതായത് ആ സത്യാഗ്രഹം എന്ന അദ്ദേഹത്തിൻ്റെ നിലപാടാണ് ബ്രിട്ടീഷുകാരെ മുഴുവനും തകർത്തത്. മനസ്സിലായില്ലേ? സത്യാഗ്രഹത്തിന് നിയമം ലംഘിച്ചതിന് ഗാന്ധി, അതായത് ഏതൊരു കാര്യത്തിനും സത്യാഗ്രഹം കിടക്കും പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇന്ത്യൻ തൊഴിലാളികൾ പ്രിട്ടോറിയൻ ഭരണകൂടത്തിന് നികുതി കൊടുക്കുന്നതിനെതിരെ 2000-ഓളം ആളുകളെ പങ്കെടുപ്പിച്ച് ഗ്രേറ്റ് മാർച്ച് നടത്തി ഗാന്ധിജി. 1908 സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി നിയമം ലംഘിച്ചതിന് ആദ്യമായി ജയിലിലായി. 1908 അദ്ദേഹം ജയിലിലാവുന്നത്. ജോഹാനസ്ബർഗ് ജയിൽ അദ്ദേഹത്തെ, വിക്ടോറിയൻ ഭരണകൂടം അദ്ദേഹത്തെ ജോഹാനസ്ബർഗിൽ ജയിലിലടച്ചു. ഇന്ത്യൻ തൊഴിലാളികൾ കൊടുക്കേണ്ട നികുതിക്കെതിരെ 2000-ഓളം ആളുകളെ സംഘടിപ്പിച്ച് ഗ്രേറ്റ് മാർച്ച് നടത്തി. അതിന് വീണ്ടും 1913 വീണ്ടും അറസ്റ്റിലായി. 1914 ആയപ്പോഴേത്തിന് ഏകദേശമെല്ലാം ഗാന്ധിജി പറഞ്ഞ ആവശ്യങ്ങളെല്ലാം ദക്ഷിണാഫ്രിക്കൻ സർക്കാർ അംഗീകരിച്ചു. അന്ന് ജനറൽ സ്മട്സാണ് അവിടുത്തെ ഭരണാധികാരി. ഇന്ത്യൻ റിലീഫ് ആക്ടിൽ ഒപ്പുവെച്ചു. ഇന്ത്യക്കാരോട് കാണിക്കുന്ന പ്രത്യേകമായ വിവേചനത്തിനെതിരെ, ഇന്ത്യക്കാരനോട് കാണിക്കുന്ന പ്രത്യേക വിവേചനത്തിനെതിരെയാണ് ഈ സംഘടന പ്രവർത്തിച്ചത്. 1914 ആയപ്പോഴത്തിന് ഈ കാര്യങ്ങൾ മുഴുവനും അന്ന് ജനറൽ സ്മട്സിൻ്റെ കീഴിലുള്ള സർക്കാർ, വെള്ളക്കാരുടെ സർക്കാർ അംഗീകരിച്ചു. ഇന്ത്യക്കാരോട് പ്രത്യേക വിവേചനമില്ല എന്ന താല്പര്യങ്ങളെ അംഗീകരിക്കപ്പെട്ടു. ആ വർഷം 21 വർഷങ്ങൾക്ക് ശേഷം ആ സമരം പൂർണ്ണമായി പരിഹരിച്ച് 1915 ജനുവരി 9 അദ്ദേഹം ഇന്ത്യയിൽ തിരിച്ചെത്തി. തൻ്റെ രാഷ്ട്രീയ ഗുരുവായിരുന്നു ഗോപാലകൃഷ്ണ ഗോഖലെ. ആദ്യമായി ഗോപാലകൃഷ്ണ ഗോഖലയെ പോയി കണ്ടു 1915 വന്ന ഉടനെ. അപ്പോൾ ഗോഖലെ പറഞ്ഞു, മറ്റു കാര്യത്തിൽ ഇറങ്ങുന്നതിന് മുമ്പ് ഇന്ത്യ മുഴുവൻ സഞ്ചരിക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ഇന്ത്യ മുഴുവനും അക്കാലത്ത് ഗാന്ധിജി സഞ്ചരിച്ചു. എവിടെയെല്ലാം ട്രെയിൻ പോകുന്നു ആ നാടുകളിലെല്ലാം പോയി സഞ്ചരിച്ചു. ആ നാട്ടിലെ ജനങ്ങളെ കണ്ടു, അവരുമായി അടുത്തിടപഴകി. എന്താണ് ഇന്ത്യയുടെ മനസ്സ്, എവിടെയാണ് ഇന്ത്യയുടെ പ്രശ്നങ്ങൾ എന്നെല്ലാം 1915 കാലഘട്ടത്തിൽ ഇന്ത്യ മുഴുവനും സഞ്ചരിച്ചിട്ടുണ്ട് ഗാന്ധിജി.